പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് CPM-ന്റെ വളരെ രൂക്ഷമായ വിമർശനം. ഉദ്യോഗസ്ഥൻ കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചത്. 20 അടിയുള്ള കുരിശ് സ്ഥാപിച്ചപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. എന്ന് മാത്രമല്ല, വാർത്ത വന്നതിന് ശേഷം നടപടി എടുക്കുകയല്ല വേണ്ടത്. ജനങ്ങളെ സർക്കാരിനെതിരാക്കി വൻകിടക്കാരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ നീക്കം നടത്തുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ, ഒരു കൃഷിക്കാരൻ കുടിയിറക്കില്ല, കൈയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ ഗവൺമെൻറ് നിലപാട് നിങ്ങൾ സ്വവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഞാനിപ്പോൾ പറയാം, ഒരു ലൈഫ് പദ്ധതിക്ക് വീട് വെച്ചാൽ അപ്പോൾ അവിടെ ചെന്ന് അവർ സ്റ്റോപ്പ് കൊടുക്കുന്ന ഒരാളോ നിലപാടെടുക്കുന്ന ഒരാളോ അങ്ങനെ നിലപാടെടുക്കാൻ പാടില്ല. വൻകിട നിർമ്മാണങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നാണ്. പാവപ്പെട്ടവന് വീട് വെക്കാൻ പറ്റില്ല, ലൈഫ് വീട് വെക്കാൻ പറ്റില്ല, ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതാണ് ഒന്ന് സർക്കാരിൻ്റെ പദ്ധതിയെ പൊളിക്കുക, 2 പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഗവൺമെൻറ്റിനെതിരാക്കുക, 3 വൻകിടക്കാരായിട്ടുള്ള നിർമ്മിതികളെല്ലാം സഹായിക്കുക. ഇതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് ഇത്തരം ചില നിരോധാജ്ഞ പോലെയൊക്കെ ഉള്ള നടപടിയിലേക്ക് ചെയ്യേണ്ടതല്ല പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിയിലേക്ക് എത്തിക്കുക. അത്തരം നിലപാടിനോടൊന്നും CPM-ന് യോജിപ്പില്ല. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായുള്ളത്. ജെയിൻ, CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിനെതിരെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരുടെ വിമർശനം, അത് മണിയാശന്റെ കാലം മുതലുള്ള ഒരു പതിവാണ്. ഈ വിഷയത്തിലും CV വർഗീസിന്റെ വിമർശനം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, തീർച്ചയായിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് CPM ശ്രമിക്കുന്നത്. അതിൽ കഴമ്പുണ്ട്. കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടോ അല്ലെങ്കിൽ പിന്തുണയോടെയോ അല്ലെങ്കിൽ അവർ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് യാഥാർത്ഥ്യമാണ്. അക്കാര്യമാണ് CPM ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. നാളെ എന്തായാലും CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ പരുന്തുംപാറയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അത് അത്ര ശക്തമാണെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് പരുന്തുംപാറയിൽ കയ്യേറ്റമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് അവിടെ കയ്യേറ്റമുണ്ട് എന്ന് CPM-ന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അടക്കം സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇത് സംബന്ധിച്ച് 37 പേരുടെ പേരുകളടക്കം, കയ്യേറ്റക്കാരായി കണ്ടെത്തിയ ആളുകളുടെ പേരുകളടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അവിടെ കയ്യേറ്റം നടന്നു എന്ന് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെയാണ് CPM ഈ പ്രതികരണം നടത്തുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിൽ വിമർശനം CPM ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുരിശ് സ്ഥാപിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM മറ്റൊരു നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. മഞ്ചുമല, വാഗമൺ വില്ലേജുകളിലടക്കം മഞ്ചുമല, പീരുമേട്, വാഗമൺ വില്ലേജുകളിലെ 7 സർവേ നമ്പറുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നടപടിയെ CPM ചോദ്യം ചെയ്യുകയാണ്. അത്തരം നടപടികൾ ഉണ്ടാകുന്നത് ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് പറയുന്നത്. അഭിലാഷ്, സ്വാഭാവികമായിട്ടും CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പോലും ഇതേ ആരോപണം ഉണ്ടായിരുന്നു. അതായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യമായിരുന്നു കുറ്റപ്പെടുത്തലായിട്ട് അവർ ഉന്നയിച്ചിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും CPM ഇടുക്കി ജില്ലാ നേതൃത്വവും ഉന്നയിക്കുന്നത്.